Hello students, അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ പഠിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കിയിട്ട് ഈ ക്ലാസ് കേൾക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാനായിട്ട് ചില ഫംഗ്ഷൻസിൻ്റെ, പ്രത്യേകിച്ച് ഈ കോഷ്യൻ ഫോമിൽ വരുന്ന ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഫോമിൽ വരുന്ന ചില ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 4 കേസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് അൺറിപ്പീറ്റഡ് ഫാക്ടർ എസ് മൈനസ് എ. ഈ ഫാക്ടർ വരുന്നത് ഡിനോമിനേറ്ററിലാണ് കേട്ടോ. ഈ ഡിനോമിനേറ്ററിൽ അൺറിപ്പീറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് എസ് മൈനസ് എ ഒരെണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ, അതുപോലെയുള്ള ബാക്കിയുള്ളത് ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് ആ സെയിം ഫാക്ടറിനെ റിപ്പീറ്റ് ചെയ്ത് വരരുത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6 എന്നുള്ള പ്രോബ്ലം. അപ്പോൾ ഇതിനെ ആദ്യം ഫാക്ടറേഴ്സ് ആക്കി എഴുതുക, ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് ആക്കി എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് എസ് പ്ലസ് 1 ബൈ എസ് ഇൻറ്റു ഈ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6 എന്നുള്ളതിനെ നമുക്ക് എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കി, ഡിനോമിനേറ്ററിൽ മുഴുവനും ലീനിയർ ഫാക്ടേഴ്സാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ലീനിയർ ഫാക്ടേഴ്സാണ്. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എസ് മൈനസ് 0 എന്നുള്ള ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ എസ് മൈനസ് 0 ഇൻറ്റു എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2, 3 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലമാണ് ആദ്യത്തെ കേസിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഒക്യൂറൻസ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഒരു കോൺസ്റ്റൻറ്റ് എടുക്കുക, a1/s, റിപ്പീറ്റ് ചെയ്യാത്ത അൺറിപ്പീറ്റഡ് ആയിട്ടുള്ള ഫാക്ടറിന് ഓരോന്നിനും കറസ്പോണ്ടിംഗ്ലി മുകളിൽ ഒരു കോൺസ്റ്റൻറ്റ് വരും, അടിയിൽ ആ ഓരോ ഫാക്ടേഴ്സും വരും. അപ്പോൾ a1/s പ്ലസ് അടുത്തത് എസ് മൈനസ് 2 എടുത്തു, a2/s മൈനസ് 2 പ്ലസ് അടുത്തത് എസ് പ്ലസ് 3 എടുത്തു, a3/s പ്ലസ് 3. ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ട് a1ഉം a2ഉം a3ഉം ഫൈൻഡ് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ LCM എടുക്കുക. LCM ആയിട്ട് ഇവിടെ എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ആണ് വരിക. അപ്പോൾ ഓരോ ടേമിനെയും ആ LCM കൊണ്ട്, അതിൻ്റെ ആ പ്രൊഡക്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് a1ൻ്റെ കൂടെ എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 വരും, a2ൻ്റെ കൂടെ എസ് മൈനസ് 2 ക്യാൻസൽ ചെയ്ത് പോവും, ബാക്കി എസ് പ്ലസ് 3 ഇൻറ്റു എസ് വരും, a3 ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 2 വരും. LCM എടുത്താൽ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഓരോ ടേമും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എസ് പ്ലസ് 1 ന്യൂമറേറ്റർ എസ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു a1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് a2 ഇൻറ്റു എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് a3 ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 2. ആ രീതിയിൽ എഴുതാം. ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുക. കാരണം ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും സെയിം ആണ്. ഇവിടെയുള്ള ഈ സെയിം ഡിനോമിനേറ്റർ ആണ് ഈ ഫാക്ടേഴ്സ് ആക്കി എഴുതിയിരിക്കുന്ന ഈ സെയിം ഡിനോമിനേറ്റർ. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുക. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻസ് a1, a2, a3 പറയുന്ന ഈ കോൺസ്റ്റൻസ് എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്നതിന് പകരം എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ a1ഉം a2ഉം a3ഉം ഫൈൻഡ് ചെയ്യലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ പലവിധ മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ന്യൂമറേറ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എസ്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ടേമിനെ ആബ്സെൻ്റ് ആക്കിയിട്ട് കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പുറത്ത് LHSലും RHSലുള്ള ടേംസിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റിനെ എലിമിനേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനാണല്ലോ നമുക്ക് എപ്പോഴും എളുപ്പം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എസ് ഈക്വൽ ടു 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാണ്. എസ് ഈക്വൽ ടു 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ LHSൽ 1 ആണ് കിട്ടുക. RHSൽ എസ്സിൻ്റെ ടേം ഈ ടേം എസ്സിന് 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയി പോവും, ഈ ടേമും കംപ്ലീറ്റ് 0 ആയി പോവും. ബാക്കി ഉണ്ടാവുക -6a1. ഇതാണ് ബാക്കി ഉണ്ടാവുക. ഈ ടേമിൽ എസ്സിന് 0 കൊടുത്താൽ -6a1. ഫ്രം ദാറ്റ് a1 ഈക്വൽ ടു -1/6 എന്ന് കിട്ടും. ഇതുപോലെ അടുത്തത് ഞാൻ എസ് ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എസ് ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാനിതിവിടെ 0 ആയി കുറച്ച് ടേമുകൾ പോണ രീതിയിലും മറ്റ് ടേമുകൾ കിട്ടുന്ന രീതിയിലും തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ എസ് ഈക്വൽ ടു 2 കൊടുത്താൽ ഈ ടേമും ലാസ്റ്റ് ടേമും ആബ്സെൻ്റ് ആയിക്കോളും. മിഡിൽ ടേമിൽ നിന്ന് നമുക്ക് അതുപോലെ എസ്സിന് 2 ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ LHSൽ 3, അപ്പോൾ 3 ഈക്വൽ ടു 10a2 എന്നാണ് കിട്ടുക. ഫ്രം ദാറ്റ് a2 ഈക്വൽ ടു 3/10 കിട്ടും. അതുപോലെ
put s equal to -3. -3 substitute ചെയ്ത് കഴിഞ്ഞാൽ we have -2 is equal to 15a3. From that a3 is equal to -2/15. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ കോൺസ്റ്റൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. കോൺസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് അതിൻ്റെ പ്ലേസിൽ A1ൻ്റെ പ്ലേസിൽ A2ൻ്റെ പ്ലേസിൽ A3ൻ്റെ പ്ലേസിൽ കോൺസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടെ ഗിവൺ ഫംഗ്ഷൻ എന്നുള്ളത് ഇത്തരത്തിലുള്ള ലീനിയർ ഡിനോമിനേറ്റേഴ്സ് വരുന്ന ഫംഗ്ഷൻസ് ആയിട്ട്, അതല്ലെങ്കിൽ ഈ ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്താൽ മതിയാവും. കാരണം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എൽ ഇൻവേഴ്സിൻ്റെ ഫോമുലയൊന്നും ഡയറക്റ്റ് കിട്ടില്ല. പക്ഷേ ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എൽ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുക. എൽ ഇൻവേഴ്സ് ഓഫ് -1/6/s പ്ലസ് 3/10/s -2 പ്ലസ് -2/15/s പ്ലസ് 3. ലീനിയാരിറ്റി നമ്മൾ പഠിച്ചതാണ്. ഇൻവേഴ്സ് ട്രാൻസ്ഫോമിനായാലും ലാപ്ലാസ് ട്രാൻസ്ഫോമിനായാലും ലീനിയാരിറ്റി പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻസിനെ ഔട്ട്സൈഡ് എടുത്ത് നമുക്കിത് എൽ ഇൻവേഴ്സ് ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട്, ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതാണല്ലോ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് -1/6 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 3/10 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s -2 പ്ലസ് -2/15 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 3 ആ രീതിയിൽ എഴുതാം. ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്കറിയാവുന്ന വാല്യൂസ് തന്നെ ആയതുകൊണ്ട് എളുപ്പത്തിൽ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ -1/6 ഇൻറ്റു ഇതിൻ്റെ എൽ ഇൻവേഴ്സ് 1 ആണ് വരുന്നത്, പ്ലസ് 3/10 ഇൻറ്റു ഇതിൻ്റെ എൽ ഇൻവേഴ്സ് നമുക്ക് e⁻²t ആണ് വരുന്നത്, -2/15 ഇൻറ്റു ഇതിൻ്റെ എൽ ഇൻവേഴ്സ് നമുക്ക് e⁻³ ആണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, കേസ് 1 നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ഡിനോമിനേറ്ററിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്യാത്ത ലീനിയർ ഫാക്ടേഴ്സ് ആണെങ്കിലാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. കോൺസ്റ്റൻറ്റ് ബൈ ആ ലീനിയർ ഫാക്ടർ എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയാവും. ഓരോന്നിനും ഓരോ ഫാക്ടർ. അങ്ങനെ ഒരു 3 എണ്ണം ഉണ്ടെങ്കിൽ 3 ടേം കിട്ടും. അതേപോലെ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ് അടുത്തത്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/s ഇൻറ്റു s പ്ലസ് 1 ഇൻറ്റു s പ്ലസ് 2. അപ്പോൾ ഇതേ കണക്കിന് നമ്മൾ a1/s പ്ലസ് a2/s പ്ലസ് 1 പ്ലസ് a3/s പ്ലസ് 2 എന്ന് എടുക്കും. കാരണം ഡിനോമിനേറ്ററിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ലീനിയർ ഫാക്ടേഴ്സ് ആണ് എടുക്കുന്നത്. LC ആയിട്ട് s ഇൻറ്റു s പ്ലസ് 1 ഇൻറ്റു s പ്ലസ് 2 എടുക്കുക. ഓരോ ടേമിനെയും LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ടേമിനെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഇത് കിട്ടും. പ്ലസ് ഇതിനെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഇത് കിട്ടും. ഇതിനെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഇത് കിട്ടും. അങ്ങനെ ക്യാൻസൽ ചെയ്തൊക്കെ ശേഷമാണ് നമുക്കിങ്ങനെ a1 ഇൻറ്റു s പ്ലസ് 2 s പ്ലസ് 1 ഇൻറ്റു s പ്ലസ് 2 പ്ലസ് a2 ഇൻറ്റു s ഇൻറ്റു s പ്ലസ് 2 പ്ലസ് a3 ഇൻറ്റു s ഇൻറ്റു s പ്ലസ് 1 ഈ ഫോമിൽ കിട്ടണത്. ഇനി ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്യിക്കുക. അപ്പോൾ 1 ഈക്വൽ ടു a1 ഇൻറ്റു s പ്ലസ് 1 ഇൻറ്റു s പ്ലസ് 2 പ്ലസ് a2 ഇൻറ്റു s ഇൻറ്റു s പ്ലസ് 2 പ്ലസ് a3 ഇൻറ്റു s ഇൻറ്റു s പ്ലസ് 1 ആ രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇതുപോലെ നേരത്തെ പോലെ തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ല നിങ്ങൾക്ക് കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യിക്കാം. ഞാനിവിടെ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ s = 0 കൊടുത്ത എസിൻ്റെ 2 ടേം ഉണ്ട്, അത് പൊക്കോളും. ബാക്കി a1 എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് അത് കിട്ടും. അപ്പോൾ അത് വിചാരിച്ചിട്ട് s = 0 കൊടുത്തു, അതിൽ നിന്ന് a1 = 1/2 എന്ന് എനിക്ക് കിട്ടി. അതുപോലെ s = -1 കൊടുത്താൽ ഈ ടേമും ലാസ്റ്റ് ടേമും പോയിക്കോളും, മിഡിലിൽ നിന്ന് a2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ a2 = -1 എന്ന് കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് s = -2 കൊടുത്തു, അപ്പോൾ a3 = 1/2 എന്ന് കിട്ടി. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കോൺസ്റ്റൻസിനൊക്കെ ഔട്ട്സൈഡ് എടുത്ത് ഉള്ളിലേക്ക് എൽ ഇൻവേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s 1 ആണ്, മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 എന്ന് പറയുന്നത് e⁻³ ആണ്, പ്ലസ് 1/2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 2 എന്ന് പറയുന്നത് 1/2 ഇൻറ്റു e⁻²t ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്കതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത്, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ് വരുന്നത്. അൺറിപ്പീറ്റഡ് റൂട്ട്സ് ഓഫ് ദ ഫോം s - a. അങ്ങനെ എത്ര ഉണ്ടെങ്കിലും അതിനൊക്കെ ഓരോ ടേം വീതം കറസ്പോണ്ടിങ്ങിലി ആഡ് ചെയ്ത് കൊടുക്കുക, കോൺസ്റ്റൻറ്റ് ബൈ ആ ടേം എന്നുള്ള രീതിയിൽ. എന്നിട്ട് അത് ഫൈൻഡ് ചെയ്ത് ഈ രീതിയിൽ പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കാം.
ഓക്കെ, അടുത്തത് കേസ് 2, റിപ്പീറ്റഡ് ഫാക്ടർ എസ് മൈനസ് എ ദ ഹോൾ റേസ് ടു എം. റിപ്പീറ്റഡ് ഫാക്ടർ വരികയാണെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞ ലീനിയർ ഫാക്ടേഴ്സ് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതായത് എസ് മൈനസ് എ റേസ് ടു എം എന്ന് പറയുമ്പോൾ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ ആവാം, എസ് മൈനസ് എ ഹോൾ ക്യൂബ് ആവാം, എക്സെട്ര എക്സെട്ര. അപ്പം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എങ്കിൽ ഓക്കെ, അപ്പോൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഫാക്ടേഴ്സ് ഡിനോമിനേറ്ററിൽ വരികയാണ് എങ്കിൽ എങ്ങനെ ടേംസ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ് എങ്കിൽ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ് എങ്കിൽ എങ്ങനെ ടേംസ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു ടേം ഉണ്ട് എങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ട ടേമാണ് a1 ഇൻറ്റു എസ് മൈനസ് എ പ്ലസ് a1 ബൈ എസ് മൈനസ് എ പ്ലസ് a2 ബൈ എസ് മൈനസ് എ സ്ക്വയർ. അതുപോലെ എസ് മൈനസ് എ ക്യൂബ് എന്നുള്ളൊരു ടേം ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ട ടേമാണ് a1 ബൈ എസ് മൈനസ് എ പ്ലസ് a2 ബൈ എസ് മൈനസ് എ സ്ക്വയർ പ്ലസ് a3 ബൈ എസ് മൈനസ് എ ക്യൂബ്. ഓരോന്നോരോന്ന് കൂട്ടി എടുക്കാം. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി ഏതാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇതാണ് പ്രോബ്ലം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് എസ് ക്യൂബ് മൈനസ് 4s സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2. ഇതിനെ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം ഫാക്ടേഴ്സ് ആക്കിയിട്ട്. അപ്പോൾ ഈ എസ് മൈനസ് 0 എന്നുള്ള ടേമാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ എസ് മൈനസ് 0 ഹോൾ സ്ക്വയർ, എസ് സ്ക്വയർ എന്ന് എഴുതാം അതിനെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ a1 ബൈ എസ് പ്ലസ് a2 ബൈ എസ് സ്ക്വയർ എന്നുള്ള ടേം സെലക്ട് ചെയ്യണം. പിന്നെയൊക്കെ അൺറിപ്പീറ്റഡ് റൂട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞ പോലെ എ കോൺസ്റ്റൻറ്റ് ബൈ ആ ടേം എന്നുള്ള രീതിയിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ്, ഓരോ ടേമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എസ് മൈനസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് a3 ബൈ എസ് മൈനസ് 1, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. എസ് മൈനസ് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് a4 ബൈ എസ് മൈനസ് 2. എന്നിട്ട് ഇതിൽ പറഞ്ഞ പോലെ തന്നെ എൽ സി ആയിട്ട് ഇവിടെ എൽ സി എന്താ വരിക, എസ് സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 വരും. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെയാണ് ഇവിടെ എൽ സി ആയിട്ട് വരിക. ഞാൻ എൽ സി കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടേംസ് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂമറേറ്റർ വരിക. ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ദെൻ എസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a3 ഈക്വൽ ടു -1 കിട്ടും. അത് നോക്കുക, അതിൽ ഓരോ ടേമും ആബ്സെൻ്റ് ആവണത് എസ്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് നോക്കുക. അപ്പോൾ കുറച്ച് ടേം ആബ്സെൻ്റ് ആകുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും വേറൊരു ടേം, അതില്ലാത്തൊരു ടേം അതിൽ നിന്ന് കിട്ടും. അതുപോലെ എസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ a4 ഈക്വൽ ടു -1 കൊടുക്കും. എസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ a2 ഈക്വൽ ടു 2 കിട്ടും. പിന്നെ ഞാൻ കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ക്യൂബ് ഇക്വേറ്റ് ചെയ്തു. എസ് ക്യൂബ് ഇക്വേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് a1 കിട്ടി. അപ്പോൾ എല്ലാം ആയി. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് എഴുതാം. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ആണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ആൻസർ ഇതാണ് 3 + 2t മൈനസ് e റേസ് ടു 2t മൈനസ് e റേസ് ടു t ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ.